നമസ്കാരം. ഇന്ന് നമ്മൾ ഷുഗർ ബീഡ്സ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്നാണ് പഠിക്കുന്നത്. അപ്പോൾ ഇതുവരെയുള്ള നമ്മുടെ ക്ലാസ്സുകൾ 1 by 1 ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നിട്ടുള്ളവർക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബീഡ്സ് ഇടാനായിട്ട് ഇതുപോലൊരു വെൽവെറ്റ് ഷീറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ നല്ലതാണ്. അരി മെറ്റീരിയൽ ഷോപ്പിൽ കിട്ടും. പട്ടുവ എന്നാണ് ഇതിന് പറയുന്നത്. ഈ ഷീറ്റിൻ്റെ വൺ സൈഡ് വെൽവെറ്റും ബാക്ക് സൈഡ് പ്ലെയിനും ആയിരിക്കും. ഇതില്ലെങ്കിൽ ചെറിയ അടപ്പിൽ നമ്മൾ ബീഡ്സ് എടുത്താലും മതി. ഈ ഒരു സ്പോഞ്ചായിട്ടുള്ള സൈഡിലാണ് നമ്മൾ ബീഡ്സ് ഇടുന്നത്. ഈ ഒരു വെൽവെറ്റ് ക്ലോത്തിന് പകരം വേറെ കർച്ചീഫോ അല്ലെങ്കിൽ കോട്ടൺ തുണിയോ അങ്ങനെ ഒന്നും യൂസ് ചെയ്യല്ല. കാരണം അതിലൊന്നും ബീഡ്സ് നിൽക്കത്തില്ല. ബീഡ്സ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് തെറിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇതുപോലത്തെ വെൽവെറ്റ് തുണിയാകുമ്പോൾ ബീഡ്സ് മൂവ് ആകാതെ ഇരിക്കും. ഇതിലാകുമ്പോൾ നമുക്ക് ബീഡ്സ് നീഡിലിൽ കോർക്കാൻ എളുപ്പമാണ്. ഇനി ഇതില്ലെങ്കിൽ ഇതുപോലെ നമുക്ക് ചെറിയ അടപ്പുകളിലും ബീഡ്സ് എടുക്കാം. അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ പരന്ന പാത്രങ്ങളില്ലേ, അത് വേണേലും യൂസ് ചെയ്യാം. ഇത് ഗോൾഡൻ കളർ ഷുഗർ ബീഡ്സ് ആണ്. ഗോൾഡൻ കളർ മാത്രമല്ല, എല്ലാ കളറും നമുക്ക് വാങ്ങാൻ കിട്ടും. ഗോൾഡനിൽ തന്നെ ഒരുപാട് വെറൈറ്റി വരുന്നുണ്ട്. ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഷുഗർ ബീഡ്സ് കാണിക്കാം. ഇത് കളർ ഷുഗർ ബീഡാണ്. ഇത് ഷൈനിങ് ടൈപ്പ് ആണ് കേട്ടോ. കളർ ഷുഗർ ബീഡിൽ ഷൈനിങ് ടൈപ്പ് വരുന്നുണ്ട്, മാറ്റ് ടൈപ്പ് വരുന്നുണ്ട്, അതുപോലെ ഗ്ലാസ് ടൈപ്പും വരുന്നുണ്ട്. ഇതിപ്പോൾ ഷൈനിങ് ഉള്ള ഷുഗർ ബീഡാണ്. ഈ ബീഡ്സ് കണ്ടാൽ അറിയാമല്ലോ, ചെറിയ ഷൈനിങ് ഉണ്ട്. നമ്മൾ ചെയ്യുന്ന സ്റ്റിച്ച് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം, അല്ലെങ്കിൽ ഒരു പാർട്ടി വെയർ ഡ്രസ്സാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഷൈനിങ് ടൈപ്പ് ബീഡ്സാണ് യൂസ് ചെയ്യുന്നത്. ഈ ബീഡ് മാറ്റ് ഫിനിഷിങ്ങിലാണ്. അതായത് നമ്മൾ നേരത്തെ കാണിച്ച ബീഡ് പോലെ ഷൈനിങ് ഒന്നുമില്ല. നമുക്ക് ബീഡ്സിൻ്റെ ഒരു ഔട്ട്ലൈനോ ഫില്ലിങ്ങോ കൊടുക്കണം എങ്കിൽ അത് എടുത്ത് കാണിക്കുകയും ചെയ്യല്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാറ്റ് ഫിനിഷിലുള്ള ബീഡ്സ് യൂസ് ചെയ്യാം. ഈ ബീഡ്സ് ഇങ്ങനെ പല കളറിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് ഷൈനിങ് ഒന്നും ഉണ്ടായിരിക്കത്തില്ല. അടുത്തത് ഗ്ലാസ് ടൈപ്പ് ബീഡ്സ് ആണ്. ഇതിനെ ഗ്ലാസ് ഷുഗർ ബീഡ്സ് എന്നാണ് പറയുന്നത്. ഈ ബീഡ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലാസ് പോലെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആണ്. ഇതിനും ഷൈനിങ് ഉണ്ട് കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ബീഡ്സ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏതാണോ അവൈലബിൾ ആ ബീഡ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ള നീഡിൽ. ഈ നീഡിൽ യൂസ് ചെയ്താണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. ത്രെഡ് സ്റ്റിച്ച് ചെയ്യുന്ന നീഡിലല്ല നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ ഒരു നീഡിൽ പോലെ അറ്റം കണ്ടില്ലേ, അതിൻ്റെ നല്ല നീളത്തിൽ കട്ടി കുറഞ്ഞിരിക്കുന്നത്, ഇതുപോലെയുള്ള നീഡിലാണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഈ നീഡിൽ നമുക്ക് അരി മെറ്റീരിയൽ ഷോപ്പിൽ വാങ്ങാൻ കിട്ടും. ബീഡ്സ് നീഡിൽ എന്ന് ചോദിച്ചാൽ മതി. അതല്ല നിങ്ങൾ തുലിപ്പ് നീഡിലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ തുലിപ്പ് നീഡിൽ 23, 24 നമ്പർ യൂസ് ചെയ്യുക. പക്ഷേ തുലിപ്പ് നീഡിലിനേക്കാൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് അയൺ നീഡിൽ തന്നെയാണ്. കാരണം അയൺ നീഡിലാകുമ്പോൾ നമുക്ക് ബീഡ്സ് ഒരുപാട് ലോഡ് ചെയ്യാൻ പറ്റും. തുലിപ്പ് നീഡിലിൻ്റെ ഈ ഒരു അറ്റം കണ്ടോ, ഈ ഒരു അറ്റത്ത് കുറച്ച് ഭാഗം മാത്രമേ അതുപോലെ കട്ടിയില്ലാതുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബീഡ്സ് ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ഷുഗർ ബീഡ്സ് ഒരു 3 or 4 എണ്ണമൊക്കെ നമുക്ക് തുലിപ്പ് നീഡിലിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. പക്ഷേ അയൺ നീഡിലാകുമ്പോൾ നമുക്ക് ഒരുപാട് ബീഡ്സ് ലോഡ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നിങ്ങൾ അയൺ നീഡിൽ തന്നെ വാങ്ങാൻ നോക്കുക. അയൺ നീഡിൽ കിട്ടിയില്ലെങ്കിൽ മാത്രം തുലിപ്പ് നീഡിൽ വാങ്ങിയാൽ മതി. അടുത്തതായിട്ട് നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ളത് ത്രെഡാണ്. ഇത് നമ്മുടെ സാധാ മെഷീൻ ത്രെഡാണ്. ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കാറുണ്ട്, നമ്മൾ സെറി ത്രെഡിലാണോ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന്. സെറി ത്രെഡിലല്ല ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ഈ മെഷീൻ ത്രെഡാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ സെറി ത്രെഡ് യൂസ് ചെയ്യാറുണ്ട്. അതെവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ പുറമേ കാണുന്ന സ്റ്റിച്ചാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സെറി ത്രെഡ് യൂസ് ചെയ്യും. അത് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു മെത്തേഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം. സാധാരണ നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ബീഡ്സ് മാത്രമേ പുറമേ കാണത്തുള്ളൂ, ത്രെഡ് ഉള്ളിലായിട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു മെഷീൻ ത്രെഡ് യൂസ് ചെയ്താൽ മതി. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്വിങ് ത്രെഡ് എപ്പോഴും ക്ലോത്തിൻ്റെ കളറാണ് എടുക്കേണ്ടത്. അതില്ലെങ്കിൽ മാത്രം ബീഡ്സിൻ്റെ കളർ എടുക്കുക. ഞാനിവിടെ ത്രെഡ് ഈ ഒരു വൈൻ കളറാണ് എടുക്കുന്നത്. കാരണം വൈറ്റ് കളർ ത്രെഡ് ഞാൻ എടുത്തു കഴിഞ്ഞാൽ സ്റ്റിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് ക്ലോത്തിൻ്റെ കളർ ത്രെഡ് ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഈ കളറിലാകുമ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് കാണാൻ പറ്റുമല്ലോ. പിന്നെ ഇവിടെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് ചെയ്യേണ്ടത്. ചെയിൻ സ്റ്റിച്ച് ചെയ്യാനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ആദ്യം നൂലൊന്ന് കെട്ടിടുക. സിംഗിൾ ലെയർ ആയതുകൊണ്ട് 2-3 പ്രാവശ്യം ചുറ്റി ഒന്ന് കെട്ടിട്ടേക്കണം. പിന്നെ പിടിക്കേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാമല്ലോ. ആദ്യം നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. അതിനുശേഷം നമുക്ക് എങ്ങോട്ടാണോ സ്റ്റിച്ച് ചെയ്യേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റിൽ ഒരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും സ്റ്റാർട്ടിങ്ങിൽ ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരിക്കണം. പിന്നെ ഈ നീഡിൽ കുറച്ച് തിന്നാണ്. ആ അറ്റം കണ്ടില്ലേ, സൂചി പോലെ ഇരിക്കുന്നത്. നമ്മൾ ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് വന്ന ആ ഒരു നീഡിലിൽ നിന്ന് വ്യത്യസ്തമാണ്.
അപ്പോൾ തുടക്കത്തിൽ പിടിക്കാനും സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഉടനെ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പം സ്റ്റിച്ച് കറക്റ്റായിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു നീഡിൽ യൂസ് ചെയ്ത് നിങ്ങൾ സ്വിങ് ത്രെഡിൽ ചെയിൻ സ്റ്റിച്ച് ഒരു 1-2 ലൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റാർട്ടിംഗ് ഒക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക. ത്രെഡ് എടുത്തതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം. ലോക്ക് സ്റ്റിച്ച് ഇവിടെ മറന്നു പോവല്ല്. കാരണം നമ്മൾ ഡയറക്റ്റ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് പോവല്ല ചെയ്ത് ബീഡ്സ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ലോക്ക് സ്റ്റിച്ച് ഇടാൻ വിട്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പം ത്രെഡ് മുകളിലേക്ക് വന്നാൽ നമ്മുടെ സ്റ്റിച്ച് ഫുള്ളായിട്ട് അഴിഞ്ഞു പോകും. പിന്നെ നീഡിൽ പിടിക്കുന്നതിലൊന്നും യാതൊരു വ്യത്യാസവും ഇല്ല. ഇവിടെ നമുക്ക് ഈ ഒരു റിംഗ് ഫിംഗർ മാത്രമാണ് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാൻ യൂസ് ചെയ്യേണ്ടത്. ആദ്യം ബീഡ്സിനെ ഓരോന്നായിട്ട് ഹോൾഡ് ചെയ്യുന്ന പഠിക്കാം. ഞാനിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന പോലെ നീഡിലിനെ ആ ബീഡ്സിൻ്റെ ഹോളിലേക്ക് ഇറക്കണം. അതിനുശേഷം റിംഗ് ഫിംഗർ യൂസ് ചെയ്ത് നമുക്ക് ആ ഒരു മുത്തിനെ ഇതുപോലെ നീഡിലിൻ്റെ മുകളിലേക്ക് എടുക്കാം. ഈ വിരലുകൊണ്ട് പിടിച്ചിരിക്കുന്ന പിടി വിട്ട് കഴിഞ്ഞാൽ മുത്ത് നീഡിലിൽ നിന്ന് ഊരിപ്പോവും. ഇനി നീഡിലിൻ്റെ ഹുക്കിലേക്ക് ആ ത്രെഡിനെ കൊളുത്തുക. ഇനി ആ വിരൽ യൂസ് ചെയ്ത് തന്നെ ആ ബീഡിനെ താഴോട്ട് ആ ത്രെഡിലേക്ക് ഇറക്കി കൊടുക്കണം. ആ ചെയിൻ നീഡിലിൽ നിന്ന് വിടല് കേട്ടോ. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ബീഡ്സ് വെക്കാതെ ഒരു ചെയിൻ കൂടി ഇട്ട് കൊടുക്കാം. ഇനി വീണ്ടും നമുക്ക് നീഡിലിൽ ഇതുപോലെ ബീഡ്സ് കോർക്കാം. ബീഡ്സ് കോർത്തതിന് ശേഷം ആ ത്രെഡിൽ ആ ഹുക്ക് വെച്ച് ഹോൾഡ് ചെയ്ത് നമുക്ക് ആ വിരലുകൊണ്ട് ബീഡിനെ താഴേക്ക് ഇറക്കി കൊടുക്കുക. അതിനുശേഷം ഒരു ചെയിൻ സ്റ്റിച്ച്. നമ്മൾ ബീഡ്സ് ത്രെഡിൽ കോർത്ത് കൊടുക്കുമ്പോൾ ആ ഒരു ചെയിൻ ലോങ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ താഴേന്ന് ത്രെഡ് പിടിച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് ആ ഒരു ബീഡ്സിൻ്റെ അതേ അളവിൽ ടൈറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ഫസ്റ്റ് ലൈൻ നിങ്ങൾ ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്താൽ മതി. ഒരു ബീഡ് കോർത്ത് കൊടുക്കുക, അതിനുശേഷം ഒരു എക്സ്ട്രാ ചെയിൻ ഇടുക, വീണ്ടും ഒരു ബീഡ് കോർത്ത് കൊടുക്കുക, എക്സ്ട്രാ ചെയിൻ ഇടുക. അങ്ങനെ ഗ്യാപ്പിൽ ഓരോ ബീഡായിട്ട് ഹോൾഡ് ചെയ്ത് അങ്ങനെ നിങ്ങൾ ഫസ്റ്റ് ലൈൻ പ്രാക്ടീസ് ചെയ്താൽ മതി. എല്ലാ ബീഡ്സും നമ്മൾ ഈ ഒരു മെത്തേഡിൽ തന്നെയാണ് ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് ഷുഗർ ബീഡ്സ് ഒന്നും അല്ല, കട്ട് ബീഡ്സ് ആണെങ്കിലും 2 ബീഡ്സ് ആണെങ്കിലും ക്ലിപ്പ് സ്റ്റോൺസ് ആണെങ്കിലും എല്ലാ ബീഡ്സും ഈ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ നന്നായിട്ട് പഠിക്കുകയാണെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകളിൽ സ്റ്റിച്ചസ് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. ആ ലൈനിൻ്റെ എൻഡിൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യാം. പിന്നെ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു വെൽവെറ്റ് ക്ലോത്തിന് പകരം മറ്റ് തുണികൾ മുറിച്ചോ അല്ലെങ്കിൽ കർച്ചീഫോ ഒന്നും ഇതുപോലെ ബീഡ്സ് വെക്കാനായിട്ട് യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണിയുടെ മുകളിലും ഇതുപോലെ ബീഡ്സ് വെക്കാൻ പാടില്ല. കാരണം നമ്മൾ നീഡിൽ ക്ലോത്തിൽ കുത്തുന്ന ടൈമിൽ ഈ ഒരു ബീഡ്സ് ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. തെറിച്ച് ഇതുപോലെ താഴെ വീഴുന്ന ബീഡ്സ് ഒന്നും പിന്നെ നമുക്ക് യൂസ് ചെയ്യാൻ ഒക്കത്തില്ല. ഒരുപാട് ബീഡ്സ് ഇങ്ങനെ വേസ്റ്റായി പോകും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള വെൽവെറ്റ് ക്ലോത്തിലോ അല്ലെങ്കിൽ ചെറിയ പരന്ന പ്ലേറ്റുകളിലോ ഒക്കെ ബീഡ്സ് വെക്കണം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ സിംഗിൾ ബീഡല്ലേ ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തേ. ഇനി നമുക്ക് 2 ബീഡ്സ് ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റാർട്ടിങ് പഴയതുപോലെ തന്നെ നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഫസ്റ്റ് ബീഡ് എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഇപ്പം നമ്മൾ പഠിച്ചല്ലോ. നീഡിൽ കുത്തുക, അതിനുശേഷം നമുക്ക് റിംഗ് ഫിംഗർ കൊണ്ട് മുകളിലേക്ക് ഹോൾഡ് ചെയ്ത് പിടിക്കാം. ഇനി അങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ സെക്കൻഡ് ബീഡിലേക്ക് നമുക്ക് നീഡിൽ കുത്താം. നീഡിൽ കുത്തുമ്പോൾ നമ്മൾ ആദ്യം എടുത്ത ബീഡ് ഇതുപോലെ താഴേക്ക് വീഴും. താഴേക്ക് വീണ് കഴിയുമ്പം നമുക്ക് ആ റിംഗ് ഫിംഗർ കൊണ്ട് 2 ബീഡിനെയും ഒരുമിച്ച് മുകളിലേക്ക് ഹോൾഡ് ചെയ്യണം. ഇനി ആ നീഡിലിൻ്റെ ഹുക്കിൽ ത്രെഡ് കൊളുത്തുക. അതിനുശേഷം റിംഗ് ഫിംഗർ യൂസ് ചെയ്ത് ഈ 2 ബീഡും കൂടി നമുക്ക് ത്രെഡിലേക്ക് ഇട്ട് കൊടുത്ത് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം. എക്സ്ട്രാ ഒരു ചെയിനും കൂടി നമുക്ക് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതേപോലെ തന്നെ നമുക്ക് 2 ബീഡ്സ് ലോഡ് ചെയ്യാം. ആദ്യം ഒരു ബീഡ് എടുക്കുക, അതിനുശേഷം ആ ബീഡിനെ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ അടുത്ത ബീഡിന് നീഡിൽ കുത്തി ആ റിംഗ് ഫിംഗർ കൊണ്ട് 2 ബീഡിനെയും കൂടി ഒരുമിച്ച് മുകളിലേക്ക് എടുക്കുക. ഇനി നീഡിലിൻ്റെ ഹുക്കിലേക്ക് ആ ത്രെഡിനെ കൊളുത്തുക. ആ റിംഗ് ഫിംഗർ കൊണ്ട് ബീഡ്സിനെ താഴേക്ക് ഇട്ട് കൊടുത്ത് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. ഇവിടെ സ്റ്റിച്ചൊന്നും നമ്മൾ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടില്ല, ചെയിൻ സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. നീഡിൽ മാത്രമേ നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ നീഡിലൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്വിങ് ത്രെഡിൽ ഫസ്റ്റ് ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യണമെന്ന് പറഞ്ഞ് നമ്മൾ ഫസ്റ്റ് 1 ലൈൻ ചെയ്ത് നോക്കിയത്. പിന്നെ ബീഡ്സും ഇതുപോലെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ലോഡിങ് സ്റ്റിച്ചുകൾ പഠിക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ക്ലാസ്സും 1 by 1 ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വന്നവർക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ ഈസി ആയിരിക്കും. ലാസ്റ്റിൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ എൻഡ് നോട്ട് കൊടുത്ത് ഫിനിഷ് ചെയ്യുക. ഫസ്റ്റ് ലൈനിലും സെക്കൻഡ് ലൈനിലും നമ്മൾ ഗ്യാപ്പിലായിരുന്നു ബീഡ്സ് സ്റ്റിച്ച് ചെയ്തത്.
ഇനി നമുക്ക് അടുപ്പിച്ച് ബീഡ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. സ്റ്റാർട്ടിങ് എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. നീഡിൽ കുത്തി ത്രെഡ് എടുക്കുക, ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് എത്ര ബീഡ്സ് നീഡിലിൽ കോർക്കാൻ പറ്റുമോ അത്രയും ബീഡ്സ് കോർത്തെടുക്കുക. നമ്മൾ 2 ബീഡ്സ് കോർത്ത സമയത്ത് രണ്ടാമത്തെ ബീഡ് കോർക്കുമ്പോൾ ആദ്യത്തെ ബീഡ് താഴെ വീഴില്ലേ? അപ്പോൾ 2 ബീഡിനെയും കൂടെ ഒരുമിച്ചല്ലേ മുകളിലേക്ക് എടുക്കുന്നത്. സെയിം അതേപോലെ തന്നെ നമ്മൾ മൂന്നാമത്തെ ബീഡ് കോർക്കുമ്പോൾ ഫസ്റ്റ് കോർത്ത 2 ബീഡ് താഴെ വീഴും. അപ്പോൾ 3 ബീഡ്സിനെയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ മുകളിലേക്ക് കോർത്തെടുക്കേണ്ടത്. ഇതേപോലെ തന്നെ നാലാമത്തെ ബീഡ് കോർക്കുമ്പോഴും അതിന് തൊട്ട് മുന്നേ കോർത്ത 3 ബീഡ്സ് താഴെ വീഴും. അപ്പോൾ ഈ 4 ബീഡിനെയും കൂടെ ഒരുമിച്ചാണ് നമ്മൾ ആ ഒരു റിംഗ് ഫിംഗർ കൊണ്ട് മുകളിലേക്ക് എടുക്കേണ്ടത്. ഞാൻ 5 ബീഡ്സ് കോർത്തിട്ടുണ്ട്. ഇനി ഇതിന് ഓരോ ബീഡ്സായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വിരൽ വിട്ട് കഴിഞ്ഞാൽ എല്ലാ ബീഡ്സും താഴേക്ക് പോകും. പക്ഷേ എനിക്ക് ഒരു ബീഡ് മാത്രം താഴേക്ക് ഇട്ടാൽ മതി. അപ്പോൾ അതിനായിട്ട് ഒരു ബീഡിനെ മാത്രം താഴേക്ക് വിട്ടിട്ട് ബാക്കി ബീഡ്സിനെ പഴയതുപോലെ തന്നെ നമ്മൾ ആ റിംഗ് ഫിംഗറിൽ ഹോൾഡ് ചെയ്ത് വെക്കും. ഇതേപോലെ മുഴുവൻ ബീഡ്സും ആ ഒരു ത്രെഡിലേക്ക് വീഴുകയാണെങ്കിൽ നമ്മൾ ബാക്കി ബീഡ്സിനെ ആ ഒരു വിരൽ കൊണ്ട് മുകളിലേക്ക് ഹോൾഡ് ചെയ്തോണം. ഇവിടെ നമ്മൾ റിംഗ് ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു നീഡിലിൽ ബീഡ്സിനെ ഹോൾഡ് ചെയ്യുന്നത്. അപ്പോൾ താഴേക്ക് വരുന്ന ബീഡിനെ നമ്മൾ ലിറ്റിൽ ഫിംഗർ യൂസ് ചെയ്തിട്ടാണ് ത്രെഡിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒരുപാട് ബീഡ്സ് ഹോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് സമയമെടുക്കും. അത് പ്രാക്ടീസ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഈ ബീഡ്സ് നീഡിലിന് പകരം നിങ്ങൾ തുലിപ്പ് നീഡിലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 3-4 ബീഡ്സിൽ കൂടുതൽ ഹോൾഡ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇതുപോലെ ഓരോ ബീഡ്സായിട്ട് ഇപ്പം ഞാൻ ഈ കാണിച്ച മെത്തേഡിൽ നീഡിലിൽ കോർത്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ കാണിക്കുന്ന മെത്തേഡ് ഒന്ന് കണ്ടു നോക്കൂ. ഈ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ബീഡ്സ് നീഡിലിൽ കോർത്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കോർത്തെടുക്കുകയാണ്. ഈ മെത്തേഡിൽ വേണമെങ്കിൽ നമുക്ക് ബീഡ്സിനെ കോർത്തെടുക്കാം. നമുക്ക് വിരലിൽ എത്ര ബീഡ്സ് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ അത്രയും ബീഡ്സ് കോർത്തെടുക്കുക. ഞാനിവിടെ ഫുള്ളായിട്ട് ബീഡ്സ് കോർത്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലെ അടുപ്പിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ബീഡ്സ് ഇറക്കി ആ ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ ആ ഒരു ബീഡിനെ പുറകോട്ടൊന്ന് തള്ളിക്കൊടുക്കണം. തള്ളിക്കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഇല്ലാതെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന ശ്രദ്ധിച്ചാൽ അറിയാം, ഓരോ ബീഡും ആ ഒരു ത്രെഡിൽ കോർത്ത് ആ നീഡിൽ കൊണ്ട് പുറകോട്ടൊന്ന് പ്രസ് ചെയ്തിട്ടാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങനെ നമ്മൾ പുറകോട്ട് പ്രസ് ചെയ്ത് ഗ്യാപ്പ് ഇല്ലാതെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ 1 അല്ലെങ്കിൽ 2 ബീഡ് മാത്രമേ ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യാവൂ. നമ്മൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് തയ്ച്ച് തീർക്കാനായിട്ട് 3-4 ബീഡ്സ് ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യൽ. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല ടൈറ്റായിട്ടിരിക്കും. പക്ഷേ നമ്മൾ ക്ലോത്ത് റിങ്ങിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ ഒരു സ്റ്റിച്ച് ലൂസായി പോവും. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ത്രെഡ് എപ്പോഴും നമ്മൾ ക്ലോത്തിൻ്റെ കളറാണ് എടുക്കേണ്ടത്. ഞാൻ ഗ്ലാസ് ബീഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ മാത്രം ഈ ഒരു ബീഡിൻ്റെ കളർ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ ഈ പിങ്ക് കളർ ബീഡ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പിങ്ക് കളർ ത്രെഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് ലൈൻ ചെയ്തപ്പോൾ 1 ബീഡ് ലോഡ് ചെയ്താണ് പഠിച്ചത്. സെക്കൻഡ് ലൈൻ ചെയ്തപ്പോൾ 2 ബീഡ് ലോഡ് ചെയ്തു. ഇതുപോലെ ഓരോ ബീഡ് കൂട്ടി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലോഡിങ് പഠിക്കാൻ പറ്റും. കൈക്ക് നല്ല പ്രാക്ടീസും ആവും. ലാസ്റ്റിൽ എൻഡ് നോട്ട് ഇട്ട് ഫിനിഷ് ചെയ്യാം. നമ്മുടെ ബീഡ്സിൻ്റെ സ്റ്റിച്ചിങ് ഈ ഒരു ക്ലാസ്സിൽ തീരുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഷേപ്സൊക്കെ എങ്ങനെ പ്രാക്ടീസ് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഈ ഒരു 4 ലൈൻസാണ്. ഫസ്റ്റ് ലൈൻ ചെയിൻ സ്റ്റിച്ച് ഈ ഒരു നീഡിൽ യൂസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യൂ. അത് കഴിഞ്ഞ് 1 ബീഡ് ഹോൾഡ് ചെയ്തുകൊണ്ട് ചെയിൻ പ്രാക്ടീസ് ചെയ്യുക. അത് കഴിഞ്ഞ് 2 ബീഡ് ഹോൾഡ് ചെയ്ത് ചെയ്യുക. അത് കഴിഞ്ഞ് 4ാമത്തെ ലൈനിൽ ഫുള്ള് ഔട്ട്ലൈനായിട്ടും കൂടി പ്രാക്ടീസ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കർവും കോർണറും ഒക്കെ നമുക്ക് എങ്ങനെ ബീഡ്സ് യൂസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് പഠിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നന്നായിട്ട് മനസ്സിലായല്ലോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്